വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ്, അതേപോലെ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ മലയാളവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചിന്മുദ്ര എന്ന പദം ആദ്യം ശരിയായിട്ട് പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യം. ഇത് എത്രയോ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന മേഖല നിങ്ങൾ പരിശോധിച്ചാൽ പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചിന്മുദ്ര. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. ചിന്മുദ്ര എന്നത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ചിത് അധികം മുദ്ര എന്നാണ്. ചിന്മുദ്ര എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ചിത് അധികം മുദ്ര എന്നാണ് പിരിച്ചെഴുതുന്നത്. നാളെ ഒരു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം. ചിത് അധികം മുദ്ര എങ്ങനെയാണ് ചേർത്ത് എഴുതുക എന്ന് വെച്ചാൽ ചിന്മുദ്ര എന്നാണ് ചേർത്ത് എഴുതുന്നത്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ചിന്മുദ്ര എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചേർത്ത് എഴുതേണ്ടത്. അപ്പോൾ ചിത് അധികം മുദ്ര എന്ന് പറയുന്നത് ചിന്മുദ്ര. ചിന്മുദ്ര പിരിച്ചെഴുതിയാൽ ചിത് അധികം മുദ്ര എന്നാണ് നമുക്ക് ലഭിക്കുക. ഇനി അടുത്തത് വിണ്ടലം. PS റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു പിരിച്ചെഴുത്ത് മേഖലയിലെ ചോദ്യമാണ്. വിണ്ടലം എന്ന് പറയുന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് വിൺ അധികം തലം എന്നാണ്. വിൺ അധികം തലം ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? വിണ്ടലം എന്ന് കിട്ടണം. അപ്പോൾ വിണ്ടലം എന്ന് പറയുന്നത് വിൺ അധികം തലം, അതേപോലെ തന്നെ വിൺ അധികം തലം ചേർത്ത് എഴുതിയാൽ വിണ്ടലം എന്നാണ് ലഭിക്കുക. ഇനി പരമോച്ച നില എന്ന് പറയുന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നതാണ് അടുത്ത ചോദ്യം. പരമ അധികം ഉച്ച അധികം നില എന്നതാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ പരമോച്ച നില എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? പരമ അധികം ഉച്ച അധികം നില എന്നതാണ് പരമോച്ച നില നമുക്ക് പിരിച്ചെഴുതിയാൽ ലഭിക്കുക. പരമ അധികം ഉച്ച അധികം നില നമ്മളോട് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പരമോച്ച നില എന്നാണ് കിട്ടുക. എന്താണ് കിട്ടുക? പരമോച്ച നില എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പരമോച്ച നില എങ്ങനെയാണ് പിരിച്ചെഴുതുക? പരമ അധികം ഉച്ച അധികം നില. അതേ സമയത്ത് അത് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ പരമോച്ച നില. ഇനി അടുത്തത് മലർ അധികം കളം അധികം എഴുതി അധികം കാത്ത അധികം ഒരു അധികം അരച്ചൻ. ഇത് നമ്മുടെ SCRT നിന്ന് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒരുപക്ഷെ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലും ഇത് റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ D ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട് വരിക. മലർക്കളം എഴുതി കാത്തൊരരച്ചൻ എന്നതാണ് ഇത് ചേർത്ത് എഴുതിയ നമുക്ക് ലഭിക്കുക. മലർക്കളം എഴുതി കാത്തൊരരച്ചൻ എന്നതാണ്. മലർ അധികം കളമധികം എഴുതി അധികം കാത്ത അധികം ഒരു അധികം അരജൻ എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇത് നൽകിയിട്ട് ഇതെങ്ങനെയാണ് പിരിച്ചെഴുതുക എന്ന് വെച്ചാൽ ഇത് ഓർത്തിരിക്കുക. മലർ അധികം കളം അധികം എഴുതി അധികം കാത്ത അധികം ഒരു അധികം അരച്ചൻ എന്നാണ് ഇത് പിരിച്ചെഴുതേണ്ടത്. ഇനി അടുത്തത് തിരുവടി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. തിരുവടി എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ തിരു അധികം അടി എന്നാണ് പിരിച്ചെഴുതേണ്ടത്. അത് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ തിരുവടി. ഓർത്തിരിക്കുക, തിരുവടി എന്ന് പറയുന്നത് തിരു അധികം അടിയാണ് തിരുവടി. അടുത്തത് കടൽപ്പുറം, കടപ്പുറം എന്നാണ് അത് നമ്മൾ ചേർത്ത് എഴുതേണ്ടത്. അപ്പോൾ കടൽ അധികം പുറം എന്ന് പറയുന്നത് ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? കടപ്പുറം എന്നാണ് കിട്ടുക. അപ്പോൾ കടപ്പുറം നമ്മളോട് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ കടൽ അധികം പുറം എന്നാണ് വരിക. ചേർത്ത് എഴുതാൻ വന്നാലോ കടപ്പുറം എന്നാണ് വരിക. കടപ്പുറം. അപ്പോൾ കടപ്പുറം എന്നതിനെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ കടൽ അധികം പുറം എന്നാണ് വരിക. ഇനി അടുത്തത് വാക്മയം. PS റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. വാക്ക് അധികം മയം എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് എഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത് വാഗ്മയം എന്നാണ്. വാഗ്മയം എന്നാണ്. ഈ വാക്മയം നമ്മൾ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ വാക്ക് അധികം മയം എന്നാണ്. വാക്ക് അധികം മയം. വാക്ക് അധികം മയം എന്നാണ് നമ്മൾ ഇതിനെ പിരിച്ചെഴുതുമ്പോൾ കിട്ടുക. അതേപോലെ തന്നെ ചേർത്ത് എഴുതിയാലോ വാഗ്മയം എന്നാണ് ലഭിക്കുക. വാഗ്മയം എന്നതാണ് ഇവിടെ നമ്മൾ ചേർത്ത് എഴുതിയാൽ ലഭിക്കുക. ഇത് PS റിപ്പീറ്റ് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ അവൻ എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടുക? ആ അധികം അൻ എന്നാണ് ലഭിക്കുക. അവൻ എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ ആ അധികം അൻ. അതുപോലെ അവളാണെങ്കിലോ ആ അധികം അൾ എന്നാണ് വരിക. അപ്പോൾ ഇത് PS റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ ആ അധികം അൻ ചേർത്ത് എഴുതിയാൽ എന്ത് ലഭിക്കും എന്ന് ചോദിക്കും? അവൻ എന്ന് ലഭിക്കും. ആ അധികം അൾ എന്ന് പറയുന്നത് ചേർത്ത് എഴുതിയാൽ അവൾ എന്നാണ് നമുക്ക് ലഭിക്കുക. ഇതും PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത് പിരിച്ചെഴുതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരാം. നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. തർജിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഇവിടെ പുട്ട് ഔട്ട് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്താണെന്ന് ചോദിക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബിൽ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അണയ്ക്കുക എന്നതാണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണയ്ക്കുക എന്നതാണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അണയ്ക്കുക എന്നതാണ് പുട്ട് ഔട്ട് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് വരാം.
ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ ഏത്? ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്നെ തേടി കവിത വന്നടഞ്ഞത് ആ പ്രായത്തിലാണ് എന്നതാണ് ഇവിടെ നമ്മുടെ തർജ്ജമയായിട്ട് വരിക. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്നതിൻ്റെ തർജ്ജമ എന്ന് പറയുന്നത്, മലയാളം എന്ന് പറയുന്നത്, എന്നെ തേടി കവിത വന്നടഞ്ഞത് ആ പ്രായത്തിലാണ് എന്നതാണ്. ഇത് എത്രയോ തവണ PSC ചോദിച്ചിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. എന്താണ്? പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതൊന്ന് മാറ്റിയിട്ട് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നതാണ്. ഇനി പ്രൊസീഡിങ്സ് എന്നതിൻ്റെ മലയാള പരിഭാഷ ഓർത്തിരിക്കണം. നടപടിക്രമം എന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. പ്രൊസീഡിങ്സ് എന്നതിൻ്റെ മലയാളം എന്താണ്? നടപടിക്രമം എന്നാണ്. അപ്പോൾ ഭരണഭാഷ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ വരുന്നതാണ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. നടപടിക്രമം എന്നാണ് ഇതിൻ്റെ മലയാളം. പ്രൊസീഡിങ്സ് എന്നതിൻ്റെ മലയാളം എന്താണ്? നടപടിക്രമം. ഇനി മലയാളത്തിൽ ചോദിച്ചിരിക്കുന്ന, റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന, ഈ അടുത്ത് ചോദിച്ചിരിക്കുന്ന കുറച്ച് ശൈലികൾ, അവയുടെ അർത്ഥമാണ് പരിചയപ്പെടുന്നത്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് ചുരുക്കി പറയുക എന്നതാണ്. എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ചതാണ്. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധമായി പെരുമാറുക. നമുക്ക് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. സത്യസന്ധമായി പെരുമാറുക എന്നാണ് അർത്ഥം വരുന്നത്. കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 1 വഞ്ചിക്കുക, 2 ഉയർച്ച തടയുക. ഇത് രണ്ടും എന്താണ്? ഈ ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നതാണ്. വഞ്ചിക്കുക, ഉയർച്ച തടയുക എന്നത് കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമാണ്. ഇനി കലാശക്കൊട്ട് എന്താണ്? അവസാനത്തെ പ്രവൃത്തി. കലാശക്കൊട്ട്, അവസാനത്തെ പ്രവൃത്തി. കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി എന്നാണ്. അടുത്തത് ഒരു പര്യായമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇടത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പര്യായമാണ്. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. നിലാവ്. നിലാവ് എന്നതിന്റെ പര്യായ പദം ഇവിടെ കറക്റ്റായിട്ട് നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. ചന്ദ്രിക, കൗമുദി. ചന്ദ്രിക, കൗമുദി എന്നിവ എന്താണ്? നിലാവിന്റെ പര്യായമാണ്. നിലാവ് എന്ന പദത്തിന്റെ പര്യായമാണ് ചന്ദ്രിക, അതുപോലെ തന്നെ കൗമുദി. അപ്പൊ ചന്ദ്രിക, കൗമുദി എന്നിവ എന്താണ്? നിലാവിന്റെ പര്യായമാണ്. അപ്പോൾ ഇതുപോലുള്ള നിലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പര്യായം കൂടി നമുക്കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാം. നിലാവുമായി ബന്ധപ്പെട്ട കുറച്ച് പര്യായങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. ചന്ദ്രിക, അതുപോലെ തന്നെ കൗമുദി, ചന്ദ്രഹാസം. ഇത് നിലാവിന്റെ പര്യായമാണ്. നിലാവ് എന്നതിന്റെ പര്യായമാണ് ചന്ദ്രിക, കൗമുദി, അതുപോലെ തന്നെ ചന്ദ്രഹാസം എന്നിവ എന്താണ്? നിലാവിന്റെ പര്യായമാണ്. ഇന്ദു, കലാനിധി, ശശധരൻ, മൃഗാങ്കൻ, ഹിമാംശു, സോമൻ ഇതെല്ലാം എന്താണ്? ചന്ദ്രന്റെ പര്യായമാണ്. അപ്പൊ നിലാവ് പഠിച്ചാൽ നമ്മൾ എന്ത് പഠിക്കണം? ചന്ദ്രന്റെ പര്യായവും പഠിക്കണം. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. കലാനിധി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ശശധരൻ, മൃഗാങ്കൻ, ഹിമാംശു, സോമൻ. സോമൻ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ സൂര്യന്റെ പര്യായം തന്നിട്ട് സൂര്യന്റെ പര്യായത്തിൽ പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റും ചോദിക്കാറുള്ളതാണ്. ഓർത്തിരിക്കുക, നിലാവ് എന്നതിന്റെ പര്യായമാണ് ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം. അപ്പൊ ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം ഇത് നിലാവിന്റെ പര്യായമാണ്. ആണെങ്കിൽ ഓർത്തിരിക്കാം, ചന്ദ്രിക എന്ന് പറയുന്ന ഒരാൾ ഒരു നിലാവത്തിരുന്നു കൊണ്ട് നമ്മുടെ കൗമുദി പത്രം വായിച്ചിട്ട് ചന്ദ്രഹാസം പൂണ്ടു എന്ന് ഓർത്തു വെച്ചാൽ എന്താണ്? നമുക്ക് നിലാവിന്റെ പര്യായം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ നിലാവ്, ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം. അതുപോലെ ചന്ദ്രന്റെ പര്യായത്തിലേക്ക് എന്തെല്ലാം വരാം? ഇന്ദു എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ്. കലാനിധി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ്. ശശധരൻ എന്ന് പറയുന്നത്, സോമൻ എന്ന് പറയുന്നത്, മൃഗാങ്കൻ, ഹിമാംശു ഇതെല്ലാം എന്താണ്? ചന്ദ്രന്റെ പര്യായമാണ്. അപ്പോൾ ചന്ദ്രന്റെ പര്യായം എന്തൊക്കെയാണ്? ഇന്ദു എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ്. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പര്യായമാണ്. കലാനിധി എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പര്യായമാണ്. ശശധരൻ, മൃഗാങ്കൻ, ഹിമാംശു, സോമൻ എല്ലാം എന്താണ്? ചന്ദ്രന്റെ പര്യായമാണ്. അപ്പൊ ചന്ദ്രൻ നമ്മൾ പഠിച്ചാൽ എന്ത് പഠിക്കണം? സൂര്യന്റെ പര്യായവും നമ്മൾ പഠിക്കണം. ദിനകരൻ എന്ന് പറയുന്നത്, ദിവാകരൻ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ തരണി എന്ന് പറയുന്നത്, ഭാസ്കരൻ, രവി, ആദിത്യൻ, മിഹിരൻ, ഇരവി, അരുണൻ ഇതെല്ലാം എന്താണ്? സൂര്യന്റെ പര്യായമാണ്. അപ്പോൾ നമ്മളോട് ഓർത്തിരിക്കേണ്ടത് ദിനകരൻ എന്ന് പറയുന്നത്, ദിവാകരൻ എന്ന് പറയുന്നത്, ഭാസ്കരൻ എന്ന് പറയുന്നത്, രവി എന്ന് പറയുന്നത്, ആദിത്യൻ എന്ന് പറയുന്നത്, മിഹിരനും ഇരവിയും അരുണനും അതുപോലെ തരണിയും ഇതെല്ലാം എന്തിന്റെ പര്യായമാണ്? സൂര്യന്റെ പര്യായമാണ്. ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം, അതേപോലെ തന്നെ നിലാവ്.
ഇത് നിലാവിൻ്റെ പര്യായമാണ്. ഇനി ഇന്ദു, കലാനിധി, ശശധരൻ, മൃഗാങ്കൻ, ഹിമാംശു, സോമൻ ഇതെന്തിൻ്റെ പര്യായമാണ്? ചന്ദ്രൻ്റെ പര്യായമാണ്. ദിനകരൻ, ദിവാകരൻ, തരണി, ഭാസ്കരൻ, രവി, ആദിത്യൻ, മിഹിരൻ, ഇരവി, അരുണൻ ഇതെല്ലാം എന്തിൻ്റെ പര്യായമാണ്? സൂര്യൻ്റെ പര്യായമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. സന്തതി ഇല്ലാത്തവൻ. ഈ അടുത്ത് ചോദിച്ചതാണ് അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ചതാണ്. ജാഗരം എന്നതാണ്. ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജാഗരം എന്നതാണ് അർത്ഥമായിട്ട് ഒറ്റപ്പദമായിട്ട് വരേണ്ടത്. ഇത് PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു എന്നതാണ് അതിൻ്റെ ഒറ്റപ്പദമായിട്ട് വരിക. അപ്പോൾ ഇവിടെ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പിപാസു എന്നാണ്. ഇനി അടുത്തൊന്ന് നോക്കാം. വേദത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം വൈദികമാണ്. വേദത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം വൈദികം. വൈദികം എന്ന് പറയുന്നത് വേദത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ്. ഇനി കുറച്ച് വിപരീതം പരിചയപ്പെടാം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ശാശ്വതം എന്നതാണ്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ശാശ്വതം എന്നതാണ്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ശാശ്വതം എന്നതാണ്. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രാചീനം എന്നതിന്റെ വിപരീതം PSC റിപ്പീറ്റ് ചെയ്യും. അർവാചീകം എന്നതാണ്. എന്താണ്? അർവാചീനം എന്നതാണ് പ്രാചീനം എന്നതിന്റെ വിപരീതം. അർവാചീനം വിപരീതം പ്രാചീനം. പ്രാചീനം എന്നതിന്റെ വിപരീതം അർവാചീനം. ക്ഷണികം PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. വിപരീതം ശാശ്വതമാണ്. അതേപോലെ തന്നെ പ്രാചീനം എന്നതിന്റെ വിപരീതം അർവാചീനം എന്നതാണ്. ഭാഗികം എന്നതിന്റെ വിപരീതം സമഗ്രം. ഭാഗികം സമഗ്രം. ഭാഗികം സമഗ്രം. ഭാഗികം സമഗ്രം. അപ്പോൾ ഭാഗികം എന്നതിന്റെ വിപരീതം പഠിച്ചു. സമഗ്രം. അത്യാത്മം എന്നതിന്റെ വിപരീതം എന്താണ്? ഭൗതികമാണ്. അത്യാത്മം എന്നതിന്റെ വിപരീതം ഭൗതികമാണ്. അത്യാത്മം എന്നതിന്റെ വിപരീതം എന്താണ്? ഭൗതികമാണ്. അപ്പോൾ മറ്റൊരു PSCക്ക് ചോദിച്ചതാണ് അത്യാത്മം എന്നതിന്റെ വിപരീതം എന്ത്? ഉത്തരം ഭൗതികം എന്നതാണ്. അടുത്തത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് PSC റിപ്പീറ്റായി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്ന കവയിത്രി എന്നാണ്. കവി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കവയിത്രി എന്ന് പറയുന്നത്. അപ്പോൾ കവി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് എന്ത്? കവയിത്രി എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആണ്, പഠിച്ചു വെക്കുക. കവയിത്രി. കവയിത്രി. നമ്മൾ കവയിത്രി എന്ന് നമ്മൾ അറിയാതെങ്കിലും പറഞ്ഞു പോകും. പക്ഷെ കവയിത്രി എന്നതാണ് ശരിയായിട്ട് വരേണ്ടത്. അപ്പോൾ കവി കവയിത്രി. അപ്പോൾ ഇവിടെ D ആണ് തന്നിരിക്കുന്നതിൽ എന്ത്? ശരിയായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐക്യമത്യം, വിമ്മിഷ്ടം, സാമ്രാട്ട് ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐക്യമത്യം എന്ന് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഐകമത്യം എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഐകമത്യം എന്നാണ് ശരിക്കും പറയേണ്ടത്. നമ്മുടെ ആ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഐക്യമത്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ A നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐക്യമത്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് എങ്ങനെയാണ് വരേണ്ടത്? ഐകമത്യം എന്നാണ് വരേണ്ടത്. ഐകമത്യം എന്നാണ് വരേണ്ടത്. ഇനി വിമ്മിട്ടം എന്നാണ് വരേണ്ടത്. വിമ്മിട്ടം എന്നാണ് വരേണ്ടത്. ഇവിടെ എന്താണ്? വിമ്മിഷ്ടം എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിമ്മിഷ്ടം തെറ്റാണ്. ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? വിമ്മിട്ടം എന്നാണ് വരേണ്ടത്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. വിമ്മിട്ടം എന്നാണ് വരേണ്ടത്. വിമ്മിട്ടം എന്നാണ് വരേണ്ടത്. ഇനി സാമ്രാട്ട്. സാമ്രാട്ട് എന്നാണ് അവിടെ നൽകിയത്. സാമ്രാട്ട്. സാമ്രാട്ട് എന്ന് പറയണ്ട, സമ്രാട്ട് എന്ന് പറഞ്ഞാൽ മതി. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആ 3 എണ്ണവും നമ്മളിവിടെ ശരിയായി പഠിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം കൂടി നോക്കാം. ചോദ്യം ഇതാണ്. വിശ്വസ്തൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? അക്ഷരത്തെറ്റുള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വസ്തൻ എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റ്. ബാക്കിയെല്ലാം എന്താണ്? ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ വിശിഷ്ടൻ എന്ന് പറയുന്നത് ശരിയായിട്ടാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അതുപോലെ ശ്രേഷ്ഠൻ എന്ന് നമ്മൾ എഴുതേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ശ്രേഷ്ഠൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇങ്ങനെ ഒക്കെ ഓപ്ഷനിൽ തരും, ഓർത്തിരിക്കണം. ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. അതുപോലെ പ്രേഷ്ഠൻ എന്ന് എഴുതേണ്ടതും അങ്ങനെ തന്നെയാണ്. പ്രേഷ്ഠൻ എന്ന് എഴുതേണ്ടതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നമ്മളിവിടെ വിശ്വസ്തനാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിശ്വസ്തൻ എന്ന് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. വിശ്വസ്തൻ എന്ന് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. വിശ്വസ്തൻ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്, മറിച്ച് തായാണ് വേണ്ടത്. വിശ്വസ്തൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വസ്തൻ. തന്നെ.
അതേസമയത്ത് കാര്യസ്ഥൻ എന്ന് പറയുമ്പോഴോ, കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഇതാണ് വേണ്ടത്. കാര്യസ്ഥൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? കാര്യസ്ഥൻ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. കാര്യസ്ഥൻ എന്ന് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് വരാം. വിഗ്രഹാർത്ഥം എന്ന് പറയുന്ന മേഖലയാണ്. വിഗ്രഹിച്ചെഴുതുക, അതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. പിഞ്ഞാണ വർണ്ണം എന്നത് എങ്ങനെയാണ് വിഗ്രഹിക്കുക? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ്. പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ് നമ്മൾ വിഗ്രഹിക്കുക. പിഞ്ഞാണ വർണ്ണം എന്ന് പറഞ്ഞാൽ പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ്. ഇനി നോക്കുക, തലവേദന, തലയുടെ വേദന എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ തലയിലെ വേദന എന്നാണ് അത് വിഗ്രഹിച്ച് എഴുതേണ്ടത്. ഇനി അടുത്തത് പാദപങ്കജം എന്നത് പാദമാകുന്ന പങ്കജം എന്നാണ് വിഗ്രഹിച്ച് എഴുതേണ്ടത്. പാദമാകുന്ന പങ്കജം എന്നാണ് വിഗ്രഹിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്? പാദമാകുന്ന പങ്കജം എന്നാണ് വിഗ്രഹിക്കേണ്ടത്. സ്ത്രീലിംഗം പുല്ലിംഗം മേഖലയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗം ചോദിച്ചാൽ വൈരിണി എന്നാണ്. വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്നാണ് വൈരിണി. വൈരിണി. അപരനാമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരെന്നൊരു ചോദ്യം ചോദിച്ചു. റിപ്പീറ്റഡ് ആണ്, എത്രയോ തവണ ചോദിച്ചതാണ്. AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അശ്വാത്മാവിനെയാണ് ദ്രൗണി എന്ന് വിളിക്കുന്നത്. ദ്രൗണി എന്ന അർത്ഥം വരുന്നത് അശ്വാത്മാവാണ്. ഇവിടെ ഓർത്തിരിക്കുക, അശ്വാത്മാവ്. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. വരാൻ പോകുന്ന പരീക്ഷയിൽ റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പര്യായം കൂടി പറയാം. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ചോദിച്ചിരിക്കുന്നു. മാലേയം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. മാലേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നമ്മളോട് പരിചയപ്പെട്ടു, മാലേയം ചന്ദനം എന്നാണ് അർത്ഥം വരുന്നത്. ചന്ദനം എന്ന വാക്കിൻ്റെ ഒരു പര്യായമാണ് മാലേയം എന്ന് പറയുന്നത്. അപ്പം മാലേയം എന്ന് പറയുന്നത് എന്താണ്? മാലേയം എന്ന് പറയുന്നത് ചന്ദനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ചന്ദനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മാലേയം എന്ന് പറയുന്നത്. അതിൻ്റെ പര്യായമാണ് മാലേയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടാതെ ബാക്കി പര്യായങ്ങളിലൂടെ നോക്കാം. മാലേയം എന്ന് പറയുന്നത് ഈ പറയുന്ന ചന്ദനം എന്നതിൻ്റെ പര്യായമാണ്. അതുപോലെ തന്നെ മലയജം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ്. അപ്പോൾ എന്തെല്ലാമാണ്? മാലേയം എന്താണ്? ചന്ദ്രൻ്റെ പര്യായമാണ്. അതുപോലെ തന്നെ മലയജം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ്. ഇതേപോലെ ഗന്ധസാരം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ്. ഗന്ധസാരം. അത് അഞ്ചി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായമാണ്. പാടീരം എന്ന് പറയുന്നത് ചന്ദനത്തിൻ്റെ പര്യായം കേട്ടോ, ചന്ദ്രനല്ല, ചന്ദനത്തിൻ്റെ പര്യായമാണ് പാടീരം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ചന്ദനം എന്നതിൻ്റെ പര്യായമാണ് മാലേയം, മലയജം, ഗന്ധസാരം, അഞ്ചി. പാടീരം എന്ന് പറയുന്നത് എന്തിൻ്റെ പര്യായമാണ്? ചന്ദനത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാലേയം മലയജം. പിന്നെ നല്ല ഗന്ധം ഉണ്ടാവുമല്ലോ ചന്ദനത്തിന്. അപ്പം നല്ല ഗന്ധമുള്ളതിനാൽ നമുക്ക് ഗന്ധസാരം എന്ന് പറയാം. പിന്നെ പാടീരം, ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുമല്ലോ, അപ്പോൾ നമ്മൾ ചന്ദനമൊക്കെ തൊട്ടിട്ട് തിരിച്ചു വരും, അതാണ് പാട്ട് പാടീരം, അങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ അഞ്ചി. ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മളിവിടെ പറയുന്നത്? ചന്ദനം എന്നതിൻ്റെ പര്യായമാണ്. മാലേയം എന്ന് പറയുന്നത് ചന്ദനം എന്നതിൻ്റെ പര്യായമാണ്. മലയജം എന്ന് പറയുന്നത് ചന്ദനത്തിൻ്റെ പര്യായമാണ്. ഗന്ധസാരം എന്ന് പറയുന്നത് ചന്ദനത്തിൻ്റെ പര്യായമാണ്. അഞ്ചി എന്ന് പറഞ്ഞാലും പാടീരം എന്ന് പറഞ്ഞാലും എന്താണ്? ചന്ദനത്തിൻ്റെ പര്യായമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചന്ദനത്തിൻ്റെ പര്യായം പഠിച്ചു. തൊട്ട് മുമ്പ് നമ്മൾ നിലാവിൻ്റെ പര്യായം പഠിച്ചു. ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം. അപ്പോൾ എന്താണ്? നിലാവത്ത് ചന്ദ്രിക, കൗമുദി പത്രം വായിച്ച് ചന്ദ്രഹാസം പൂണ്ടെന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ആ പര്യായം കിട്ടും. എന്താണ്? ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം, നിലാവിൻ്റെ പര്യായം. ചന്ദ്രൻ എന്നതിൻ്റെ പര്യായമാണ് ഇന്ദു. അതേപോലെ കലാനിധി എന്ന് പറയുന്നത്, അതേപോലെ ശശധരൻ എന്ന് പറയുന്നത്, പിന്നെ മൃഗാങ്കൻ, ഹിമാംശു, സോമൻ. ഇനി ദിനകരൻ, ദിവാകരൻ, തരണി, ഭാസ്കരൻ, രവി, ആദിത്യൻ, മിഹിരൻ, ഇരവി, അരുണൻ. ഇതെല്ലാം എന്താണ്? സൂര്യൻ്റെ പര്യായമാണ്. പിന്നെ നമ്മളിവിടെ പരിചയപ്പെട്ട് ചന്ദനത്തിൻ്റെ പര്യായമാണ് മാലേയം, മലയജം, ഗന്ധസാരം, അഞ്ചി, പാടീരം. ഇതെല്ലാം എന്താണ്? നമ്മുടെ ചന്ദനത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് മലയാളത്തിലെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. പ്രീവിയസ് ആയിട്ടുള്ള പേപ്പറിലെ ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുവഴി മലയാളം എന്ന് പറയുന്ന മേഖലയ്ക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖലയ്ക്കും നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാം. ഒപ്പം മാത്സിലും നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യപേപ്പറിലെ മറ്റ് ഭാഗങ്ങൾ മനസ്സിലാക്കി ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കി ആ മേഖല പഠിക്കുക വഴി നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.